ഇപ്പോൾ ഹലോ ഗേസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മധുര ഉച്ചയ്ക്കയെ പറ്റിയാണ്. മധുര ഉച്ചയുടെ പവേഴ്സും പവേഴ്സ് ആൻഡ് എബിലിറ്റീസും ലൈഫ് സ്റ്റൈലുകളും ഫാക്ട്സുകളും മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇതൊരു ഒറിജിനൽ വീഡിയോ. പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ മധുര ഉച്ച ക്ലാനിൽപ്പെട്ട ഒരാളാണ്. ലീഫ് വില്ലേജ് ക്രിയേറ്റ് ആവുന്നതിന് മുമ്പ് അവിടെ 2 ക്ലാനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, സെഞ്ചുറി ക്ലാനും ഉച്ച ക്ലാനും. പിന്നെ ഉച്ച ക്ലാനും മധുരയും ഹാഷിറാമയും ചേർന്നാണ് ഈ വഴക്കുകളെല്ലാം തടഞ്ഞത്. ഇവർ ഭയങ്കര വഴക്കായിരുന്നു ഈ 2 ക്ലാനുകളും തമ്മിൽ. അതിനുശേഷം ടെക്നിക്കലി ഇവിടെ ഉച്ച ക്ലാൻ അവിടുത്തെ ഹൊക്കാഗെ ലിഫ്റ്റ് വില്ലേജിൻ്റെ ആദ്യത്തെ ഹൊക്കാഗെ ആയിട്ടുള്ളത് മധുരയായിരുന്നു. പക്ഷേ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാഷിറാമാനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നീ എന്നെ അടുത്ത ഹൊക്കാഗെയാവ്, എന്നിട്ട് ഈ ജനങ്ങളെ മുഴുവനും നീ നിൻ്റെ സഹോദരന്മാരെ പോലെ കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോബറാമ ഇടയ്ക്കതിന് ശേഷം പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഒരു വോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഹൊക്കാഗെ തിരഞ്ഞെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ വോട്ടിങ് ജയിക്കുന്നത് നമ്മുടെ ഹാഷിറാമയാണ്. അതുകൊണ്ട് തന്നെ ഹാഷിറാമയാണ് ആദ്യത്തെ ഹൊക്കാഗെ മാറുന്നത്. ഇവിടെ നമ്മുടെ ടെക്നിക്കലി നമ്മൾ മധുരയായിരുന്നു ഹൊക്കാഗെ ആയിട്ടുള്ളത്. അതിനുശേഷം മധുരയാണെങ്കിൽ ലീഫിൽ വെച്ചിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. പോയതിന് ശേഷമാണ് മധുര തൻ്റെ വില്ലത്തരമൊക്കെ പുറത്തിറക്കുന്നത്. നമ്മുടെ മധുരയെ നോക്കുകയാണെങ്കിൽ കുറാമയും 10 ടൈൽ ബീസ്റ്റിനെയും ഇറക്കാൻ കഴിയുന്ന ഒരേ ഒരാളാണ്. കൂടാതെ ഉച്ച ക്ലാൻ്റെ സിമ്പിൾ എന്ന് പറയുന്ന ഷരിങ്കൻ, അത് 3 തരത്തിലാണുള്ളത്. മങ്കിഗോ ഷരിങ്കൻ, നോർമൽ ഷരിങ്കൻ, മങ്കിഗോ ഷരിങ്കൻ, എറ്റേണൽ മങ്കിഗോ ഷരിങ്കൻ, റസിങ്കൻ. അത് റസിങ്കൻ ഗോൾഡ് ലെവൽ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഫസ്റ്റ് ഹ്യൂമനായിട്ടുള്ള ഒരാൾ റസിങ്കൻ എടുക്കുന്നത് അത് നമ്മുടെ മദറയാണ് ആദ്യമായിട്ട് ഈ റസിങ്കൻ എടുക്കുന്നത്. വാറിന് ശേഷം നമ്മുടെ അത് നഷ്ടപ്പെട്ടു പോവില്ലോ എന്ന് കരുതി നമ്മുടെ മദറയാണെങ്കിൽ നമ്മുടെ നാഗട്ടോയ്ക്ക് ഇത് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം വീണ്ടും നാഗട്ട മരിച്ചതിന് ശേഷം നമ്മുടെ മദർ അത് വീണ്ടും എടുക്കുന്നുണ്ട്. ഇത് വലിയൊരു പ്രോസസ്സാണ്. ആ സീരീസ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും, നറൂട്ടോയുടെ ക്ലോൺ ജിപ്സു. അതിനകത്ത് നമ്മുടെ ആർക്കും തന്നെ നറൂട്ടോ ഒറിജിനൽ ആരാണ് ഡൂപ്പ് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഇൻ കേസ് നമ്മുടെ മദറയുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ മദറയ്ക്ക് അത് ആരാന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഒറിജിനലായിട്ടുള്ള നറൂട്ടോ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ മദറ ടോട്ടലി 3 തവണ മരിച്ചിട്ടുണ്ട്. ആദ്യം ഹാഷിറാമയുടെ കയ്യിൽ നിന്ന് മരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാറിൻ്റെ അവസാനം ഹാഷിറാമ എന്നെ കുത്തിക്കൊല്ലുന്നു. അതിനുശേഷം നമ്മുടെ മദർ തിരിച്ചു വന്നതിന് ശേഷം 150 വർഷം ജീവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ 10 ടൈൽ ബീസ്റ്റിൻ്റെ പവർ ഉപയോഗിച്ചായിട്ടാണ് നമ്മുടെ മദർ അവിടെ ജീവിക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൈപ്പൊക്കെ വെച്ചതിന് ശേഷം കടത്തിയത് കണക്കൊക്കെയാണ് നമ്മളെ സീരീസ് മദറെ കാണിച്ചു തന്നത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് നിഞ്ച 4th ഗ്രേറ്റ് പറഞ്ഞ് അവസാനം മദറ മരിക്കുന്നത്. ഇങ്ങനെ 3 തവണയാണ് മരിക്കുന്നത്. നമ്മുടെ മദർ എത്രയൊക്കെ വലിയ ഫൈറ്ററാണ്, ശക്തിശാലിയാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കൽ പോലും ഹാഷിറാമയെ തോൽപ്പിക്കാൻ വേണ്ടിയോ നമ്മുടെ മദറയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻ കേസ് നമ്മുടെ മാതറയും ഹാഷിറാമയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. കൊച്ചുകാലത്ത് തന്നെ നമ്മുടെ മാതറയും ഹാഷിറാമയും ഫ്രണ്ട്സായതായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നറൂട്ടോയും സാസ്കെ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണോ അതേ കണക്ക് തന്നെ ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്നത്. അതിൻ്റെ പിന്നെ വലിയൊരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട്. ഇത് ഞാൻ വേറൊരു ഒറിജിനൽ വീഡിയോയിൽ ഈ ബാക്ക് സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ ഹാഷിറാമയും മദറയായിട്ട് കുറേയധികം ഫൈറ്റ് കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ടോബറാമയുടെ കൈ കൊണ്ട് നമ്മുടെ മദറ മരിക്കേണ്ടുള്ളതായിരുന്നു. പക്ഷെ നമ്മുടെ ഹാഷിറാമയാണ് അവനെ രക്ഷിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ മദറ ഒരു ഇലയെടുത്ത് നോക്കി അതൊരു ലീഫ് വില്ലേജ് മുഴുവനും കാണാൻ പറ്റുന്നത് കൊണ്ട് ലീഫ് വില്ലേജ് എന്ന് പേരിടുന്നത്. നമ്മുടെ മദറയുടെ ഒരു എബിലിറ്റിയാണ് കുറാമയെ ഇറക്കാൻ പറ്റുമെന്ന്. ഒരു ഘട്ടത്തിൽ മദറ സീരിയസ്ലി കുറാമയെ ഇറക്കിയതിന് ശേഷം അതിനകത്ത് തൻ്റെ സൂസനോ തന്നെ കൊടുത്തതിന് ശേഷം ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഹാഷിറാമയായിട്ട്. അതിനുശേഷം ഗോഡൊക്കെ ആവുന്നുണ്ട് നമ്മുടെ മദറ സീരീസ് ഏറ്റവും അവസാനം. 10 ടൈൽ ബീസ്റ്റിൻ്റെ ചിഞ്ചുരിറ്റി ആവുന്നുണ്ട്. കൂടാതെ ഒരു ഗോഡ് ലെവൽ പവർഫുൾ ആവുന്നുണ്ട്. നമ്മുടെ കുറാമയെ നമ്മുടെ ഹാഷിറാമ അടിക്കുന്നത് തൻ്റെ വുഡ് ഹാൻഡ് 1000 ഹാൻഡ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ്. എന്നിട്ട് നമ്മുടെ മദറ ഒരേ സമയത്ത് തന്നെ കുറേ ടൈൽ ബീസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓട്സുക്കി ഗോട്ട് തന്നെ അവിടെ ആയിട്ട് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മളെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ മദറ വലിയൊരു ഹൈപ്പിൽ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ വന്നിരുന്നത്.
അതിപ്പോഴും ആ ഹൈപ്പിൽ തന്നെ തുടരുന്നുണ്ട്. മാതറ മരിച്ചതിന് ശേഷവും നമ്മുടെ മാതറ മരിച്ചു എന്ന് അംഗീകരിക്കാൻ ആർക്കും പറ്റുന്നില്ല. നമ്മുടെ മാതറയെ എടുത്ത് നോക്കുകയാണെങ്കിൽ സീരിയസ്ലി ഒരു ഘട്ടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ റീആനിമേഷൻ ചെയ്ത് വന്നതിന് ശേഷം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ചിട്ട് പറയേണ്ടല്ലോ. ആ വലിയ ഉൾക്കയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചക്ലാനിൽ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സൂസനും ഉള്ളത് നമ്മുടെ മാതറയ്ക്കാണ്. ആ മാതറയുടെ സൂസനുമാണ് ഏറ്റവും വലുത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാതറ മരിച്ചതിന് ശേഷം നമ്മുടെ ഒബീറ്റ മാതറയാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് സീരിയസ് കാണാവുന്നതാണ്. മാതറ ഞാനാണ് മാതറ എന്നൊക്കെ പറഞ്ഞ് അക്കാസുക്കയിലൊക്കെ ജോയിൻ ചെയ്യുന്നതും അതിനുശേഷം മാതറയെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം 4th ഗ്രേറ്റ് നിഞ്ച വാറൊക്കെ തുടങ്ങുന്നത്. ഇത് ഞാൻ ഒബീറ്റയുടെ ഒറിജിനൽ സ്റ്റോറി ഞാൻ പറഞ്ഞതാണ്. ഇതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അതിനുശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.